Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ മുത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കമ്മലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കോർക്കാനായിട്ട് എംഗസ് വയർ ആണ്, ഫിഷിംഗ് വയർ, പിന്നെ വൈറ്റ് കളർ ബീഡ്സ്, ഗോൾഡൻ കളർ ബീഡ്സ്, പിന്നെ ഇയർ ഹുക്ക്. ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് കോർക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഗോൾഡൻ കളർ മുത്ത് 3 എണ്ണം കോർക്കാം. അപ്പോൾ അത് 2 mm സൈസ് വരുന്ന കുറച്ച് ചെറിയ സൈസ് മുത്താണ് എടുത്തിരിക്കുന്നത്. ഇതിനേക്കാൾ ചെറിയ മുത്ത് വേണമെങ്കിലും എടുക്കാം, പക്ഷേ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ക്രോസ് ആയിട്ട് കോർക്കണം. അതുകൊണ്ട് കുറച്ച് ഹോള് വലുതായ മുത്ത് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വൈറ്റ് കളർ മുത്ത് ഒരെണ്ണം കോർക്കുന്നു. എന്നിട്ട് മറ്റേ നൂലിൻ്റെ അറ്റം, അതായത് നമ്മൾ ഒരു ഭാഗത്ത് വൈറ്റ് കളർ മുത്ത് കോർത്തു, മറ്റേ അറ്റം വീണ്ടും നമ്മൾ ഈ മുത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കോർക്കുകയാണ്. അതായത് മുത്തിൻ്റെ ഉള്ളിലൂടെ 2 നൂലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക. 2 അറ്റം ഒരുമിച്ച് പിടിച്ചിട്ട് ഇതിങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യുക, കറക്റ്റ് നടുവിലാക്കി വെക്കുക. അപ്പോൾ ആദ്യം 3 ഗോൾഡൻ കളർ മുത്ത് കോർത്തു, അതിനുശേഷം നമ്മൾ ഒരു വൈറ്റ് കളർ മുത്ത് കോർത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നൂല് കോർത്ത് അത് ടൈറ്റ് ചെയ്ത് വെച്ചു. വീണ്ടും 2 ത്രെഡിലും 2 അറ്റത്തും നമ്മൾ ഓരോ ഗോൾഡൻ കളർ മുത്താണ് കോർക്കുന്നത്. അത് കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആദ്യം കോർത്ത പോലെ തന്നെ 2 വൈറ്റ് കളർ ബീഡ്സ് ആണ് കോർക്കുന്നത്. ആദ്യം ഒരു വെള്ള മുത്ത് കോർത്ത ശേഷം അതിനിടയിൽ ഒരു ഗോൾഡൻ കളർ മുത്ത്, വീണ്ടും ഒരു വൈറ്റ് കളർ മുത്ത് കോർക്കാം. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു മുത്തിൻ്റെ ഉള്ളിൽ കൂടെ നൂലെടുത്ത പോലെ ഈ 2 വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടിയും, അതായത് വൈറ്റ് കളർ മുത്ത്, അതിൻ്റെ നടുവിലുള്ള ഗോൾഡൻ കളർ മുത്ത്, വീണ്ടും വൈറ്റ് കളർ മുത്ത്, ഈ 3 മുത്തിൻ്റെ ഉള്ളിൽ കൂടി ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടും നൂലെടുക്കണം. അതായത് നമ്മൾ ഈ വൈറ്റ് കളർ മുത്ത് കോർത്തതിൻ്റെ ഉള്ളിലൂടെ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസായിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ഒരു മുത്ത് കോർത്തു, ഇപ്പോൾ 2 വൈറ്റ് കളർ മുത്താണ് കോർത്തത്. അത് 3 ഗോൾഡൻ കളർ മുത്ത്, ഒരു വൈറ്റ് കളർ മുത്ത്, വീണ്ടും 2 ഗോൾഡൻ കളർ മുത്ത്, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് 2 വൈറ്റ് കളർ മുത്ത് കോർത്തു, ഇടയിൽ ഒരു ഗോൾഡൻ കളർ മുത്ത് വരുന്ന പോലെ. ഇനി നമ്മൾ കോർക്കാൻ പോകുന്നത് ഇതേപോലെ തന്നെ 2 ഭാഗത്തും ഓരോ ഗോൾഡൻ കളർ മുത്ത് കോർക്കുക. വീണ്ടും 2 വൈറ്റ് കളർ മുത്തിന് പകരം 3 വൈറ്റ് കളർ ബീഡ്സ് ആണ് കോർക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ 2 ഭാഗത്ത് നമുക്ക് ഓരോ ഗോൾഡൻ കളർ മുത്ത് കോർക്കാം. നെക്സ്റ്റ് നമുക്ക് 3 വൈറ്റ് കളർ മുത്താണ് കോർക്കുക. ഏതെങ്കിലും ഒരു ത്രെഡിൽ ഒരു വൈറ്റ് കളർ, ഒരു ഗോൾഡൻ കളർ, ഒരു വൈറ്റ്, ഒരു ഗോൾഡൻ കളർ, അങ്ങനെ 3 മുത്തുകൾ കോർക്കാം. വൈറ്റ് കളർ മുത്ത് കോർത്ത ശേഷം നമ്മൾ ഈ ആദ്യം ചെയ്ത പോലെ തന്നെ മറ്റേ ത്രെഡ് എടുത്തിട്ട് ഈ വൈറ്റ് കളർ 3 മുത്തിൻ്റെ ഉള്ളിൽ കൂടിയും ക്രോസ് ചെയ്തിട്ട് കോർക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക. വീണ്ടും നമ്മൾ 2 ഭാഗത്തും ഓരോ ഗോൾഡൻ കളർ മുത്ത് കോർക്കുന്നു. ഇതേപോലെ തന്നെ 4 വൈറ്റ് കളർ ബീഡ്സ് കോർക്കുന്നു. അതേപോലെ തന്നെ ആദ്യം 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 4, അത്രയേ ഉള്ളൂ. ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ ഇനി അതിനുശേഷം 5 എണ്ണം വേണമെങ്കിലും കോർക്കാം. ഞാനിവിടെ 4 എണ്ണം വരെ കോർത്തിട്ടാണ് നിർത്തുന്നത്. 5 എണ്ണം വരെ കോർക്കൽ അങ്ങനെ കോർക്കാം. കാരണം ഇത് നമ്മൾ കോർത്ത് കഴിയുമ്പോൾ ഒരു ഭാഗം കുഴിഞ്ഞിരിക്കുന്ന പോലെ, അതായത് ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങിയിരിക്കും, ആ ഒരു ഡിസൈനാണ് വരിക. അപ്പം നമ്മളിവിടെ 3 മുത്ത് കോർത്ത് കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് നൂല് എടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ മറ്റേ ഭാഗത്തോട്ട് നൂലെടുക്കുക, വലിക്കുക, ടൈറ്റ് ചെയ്യുക. ഇനി വീണ്ടും നമ്മൾ ഇത്ര നേരം കോർത്താൽ തന്നെ 2 ഭാഗത്ത് ഓരോ ഗോൾഡൻ കളർ മുത്ത് കോർത്തിട്ട് 4 മുത്ത് കോർക്കാം. 4 വൈറ്റ് കളർ ബീഡ്സ് വരുന്ന പോലെ കോർത്ത് ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് എടുക്കാം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ വൈറ്റ് കളർ ബീഡ്സ് ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ പ്ലെയിൻ വൈറ്റ് കളർ മുത്ത് വേണമെങ്കിൽ നമുക്ക് ഈ ഡിസൈന് യൂസ് ചെയ്യാം. പക്ഷേ ഇതാവുമ്പോൾ കുറച്ച് കളർ കോമ്പിനേഷൻ അതിൽ വരുന്ന കാരണം കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വൈറ്റ് കളർ പ്ലെയിൻ മുത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഈ നെയിൽ പോളിഷോ അല്ലെങ്കിൽ ഏതെങ്കിലും പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുത്താലും മതി, നല്ല ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ ഇതുപോലെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി, ഞാൻ അവിടെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുത്ത് മുഴുവൻ കോർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സൈഡിൽ ഈ ഗ്യാപ്പ് കാണുന്ന അവിടെയെല്ലാം ഗോൾഡൻ കളർ ബീഡ്സാണ് കോർക്കുന്നത്. അപ്പോൾ ഈ 4 മുത്തുകളും കോർത്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു ഗോൾഡൻ കളർ മുത്ത് കോർക്കുക. അതിനുശേഷം ഈ താഴെ കാണുന്ന ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. അപ്പോൾ വീണ്ടും ഒരു ഗോൾഡൻ കളർ മുത്ത് കോർക്കുക. നെക്സ്റ്റ് കാണുന്ന ഈ മുത്തിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. ഇതേപോലെ ഈ സൈഡിൽ മുഴുവൻ ഗോൾഡൻ കളർ മുത്തുകൾ കോർത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അതേപോലെ മറ്റേ ഭാഗത്തും ഗോൾഡൻ കളർ മുത്ത് മാത്രം കോർക്കുകയാണ്. ഗോൾഡൻ കളർ മുത്ത് ഈ വൈറ്റും ഗോൾഡൻ കളറും കോമ്പിനേഷൻ ഇഷ്ടമല്ലെങ്കിൽ നമുക്കിതിന് സിൽവർ കളർ മുത്ത് വേണമെങ്കിലും എടുക്കാം. ഗോൾഡിന് പകരമായിട്ട് സിൽവർ കളറോ അല്ലെങ്കിൽ ആൻറ്റിക് കളേഴ്സ് മുത്ത് കിട്ടും, അതാണെങ്കിലും യൂസ് ചെയ്യാം. അതും നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ നമുക്ക് മറ്റേ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ ഈ ഭാഗത്തും ഗോൾഡൻ കളർ മുത്ത് കോർത്തിട്ട് ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്തെടുക്കാം.
അപ്പോൾ രണ്ട് ഭാഗത്തും ഗോൾഡൻ കളർ മുത്ത് മുഴുവൻ കോർത്ത് കഴിയുമ്പോൾ ഈ നൂല് ഒരു ഭാഗത്ത് എത്തും. അത് കോർത്ത് നമ്മൾ കറക്റ്റ് ഒരു എൻഡിലെത്തിക്കഴിയുമ്പോൾ മുകൾ ഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ 2 ത്രെഡും കൂടി കൂട്ടിപ്പിടിച്ച് നന്നായി കെട്ടിടുക. നല്ല ടൈറ്റായിട്ട് വലിച്ച് കെട്ടിടുക. 3 കെട്ടാണ് ഞാൻ ഇടുന്നത്. 2 കെട്ടിട്ട ശേഷം കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്ലെയിമിൽ കാണിച്ച് ഉരുക്കുകയാണെങ്കിൽ പിന്നെ അത് സ്ട്രോങ് ആയിരുന്നോളും. അപ്പോൾ ഇവിടെ 2-3 കെട്ടൊക്കെ ഇട്ട് നല്ല സ്ട്രോങ് ആക്കിയ ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഹുക്ക് കോർക്കണം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലാണ്. നല്ല ഭംഗിയാണ്. കുറച്ച് ടൈം എടുക്കും ഇങ്ങനെ കോർക്കാനൊക്കെ, പക്ഷെ എന്നാലും ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ്. ഇനി ഇതിലോട്ട് ഇയർ ഹുക്ക് കോർക്കാം. അതിനായിട്ട് ഹുക്കിൻ്റെ മുകളിലുള്ള ലൂപ്പ് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് അകത്തിയ ശേഷം ഈ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഇടയിലൂടെ ഒന്ന് കോർക്കാം, അല്ലെങ്കിൽ ഒരു മുത്തിൻ്റെ ഉള്ളിലൂടെ കോർത്താലും മതി. അത് കോർത്ത ശേഷം നമുക്ക് പ്ലെയർ യൂസ് ചെയ്തിട്ട് ഈ ലൂപ്പ് അകത്തിയതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ സൈഡിലോട്ട് അകത്തിയാൽ മതി. അപ്പോൾ ക്ലോസ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.